ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കേക്ക് ഇത് തന്നെയായി മാറും. അത്രയും രുചിയാണ് ഈ ഒരു കേക്കിന്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷുഗർ സിറപ്പ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും പിന്നെ 2 പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് കൊണ്ട് വേണം നമ്മുടെ ഈ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഈ കേക്ക്. അപ്പം ഒരെണ്ണം വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം കസ്റ്റമറിന് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് അളവ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ശേഷം 1/4 കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോക്കോ പൗഡർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ കേക്കിൻ്റെ പേര് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണേക്കാളും ഒരല്പം കുറവളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. അപ്പോൾ ചെറിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾ പൊടിക്കേണ്ട ആവശ്യമില്ല. 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂൺ അളവ് കൂടുതൽ പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണിത്. അതും കൂടി ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബീറ്റർ അങ്ങ് മാറ്റാം. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് പതിയെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് ബട്ടർ കൂടി ചേർക്കുമ്പം ഈ കേക്കിൻ്റെ സ്പഞ്ചിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക നിങ്ങൾ ബട്ടർ കിട്ടുവാണെങ്കിൽ അത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ മാത്രം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഓയിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് പാന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒരു 5-10 മിനിറ്റ് പാന് പ്രീ ഹീറ്റ് വെക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ആ സമയം കൊണ്ട് ഞാൻ വീട്ടിൽ കേക്ക് കഴിക്കാനായിട്ട് കേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റ്യൻ ക്രംബ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കേക്ക് മിക്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നമുക്ക് കടയിൽ നിന്ന് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ 400 ഗ്രാമാണ് 1 kg കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട്
ആവശ്യം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയത് ആകെ 4 മുട്ടയാണ്. 4 മുട്ടയും 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് വാനില എസൻസും കൂടിയിട്ട് ഇതേപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ലൂസായിട്ടാണ് കേക്കിൻ്റെ മിക്സ്, അതായത് കേക്കിൻ്റെ മിക്സ് ഞാൻ മേടിച്ചിട്ടുള്ളത് കടയിൽ നിന്ന്. ഇതിൽ പഞ്ചസാരയും കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മളൊന്നും വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. 405 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 75 രൂപയാണ് ഈ ഒരു 400 ഗ്രാം കേക്ക് മിക്സിനായിട്ട്. അത് നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബാറ്റർ നന്നായിട്ട് തിക്കാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടാക്കേണ്ട ആവശ്യമില്ല. തണുത്ത പാൽ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമുക്ക് 2 തവണയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കേക്ക് ഹാർഡായിട്ട് മാറോ. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ബീറ്റർ വെച്ചിട്ട് കൂടുതൽ നേരം കേക്കിൻ്റെ മിക്സ്, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാറില്ലല്ലോ. പിന്നെ ഞാൻ കരുതി ഇത് ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ പാല് മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് ബാക്കിയുള്ള മിക്സിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 8.5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ആ കേക്ക് ടിന്നിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്രീമും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കേക്കിനും കൂടെ ആയിട്ട് ടോട്ടലായിട്ട് 2.5 കപ്പ് അളവിൽ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1.25 കപ്പ് അളവിൽ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരല്പം ഐസിങ് ഷുഗർ ഇട്ടിട്ട് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പാക്കറ്റോ അല്ലെങ്കിൽ 2 പാക്കറ്റോ നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് ഒരല്പം ക്രീം ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഇത്തിരി തണുപ്പുണ്ടായാലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്കിൽ ആ കൂള് അങ്ങ് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ നമ്മുടെ കേക്കിൽ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. പിന്നെ അതുപോലെ തന്നെ ഒരു ബൂസ്റ്റിൻ്റെ പൗഡറും ഒരല്പം ബൂസ്റ്റിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്യൂസ് നോർമലി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൽ കാരമലൈസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഈ കാഷ്യൂസ് നമ്മൾ കേക്ക് കഴിക്കുമ്പോഴേക്കും ഇതിനിടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇതിൻ്റെ സെൻട്രൽ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നട്ട്സ് ഇട്ട് കൊടുക്കണം, അത് മറന്നു പോയത്. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം അടുത്ത കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ അത് സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മറ്റേ കേക്ക് ലെയർ ചെയ്ത് മാറ്റി വെക്കാം. ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐസിംഗ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഐസിംഗ് ഒക്കെ സ്പാനിഷ് ഡിലൈറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ക്രീം സെയിം പിന്നെ ഷുഗർ സിറപ്പ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പം നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാനുള്ള കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് റോസ് ഫ്ലവർ ആണ് വെച്ച് കൊടുക്കുന്നത്. ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെക്കറേഷനും കാര്യങ്ങളും ഐസിങ്ങൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ.
അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേഷനായിട്ട് ഇതേപോലുള്ള 2 ഫ്ലവറും പിന്നെ ആ സ്റ്റെം ഇരിക്കുന്നില്ലേ, അതുപോലെ ചെറിയ സ്റ്റെമ്മിൽ ഇങ്ങനെ ഫ്ലവറായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഫ്ലവർ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 45 രൂപ എങ്ങാനും തോന്നുന്നു. അത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഞാൻ ഇതേപോലെ ലീഫിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലവറിലും ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണാനുള്ളൊരു ഭംഗിക്കായിട്ട്. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ കേക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അവർ പറഞ്ഞ കളർ കോമ്പിനേഷൻ ഇതുപോലെ ഗ്രേപ്പ് കളറിലുള്ള ഒരു കേക്കിൻ്റെ ലുക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കളറിൽ ചെയ്യാനായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ഷെയ്ഡിലായി ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒന്ന് ഡാർക്ക് ഷെയ്ഡിലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി ഭാഗം നമ്മുടെ ലൈറ്റ് ഷെയ്ഡും ബാക്കി ഭാഗം ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുകൾ ഭാഗത്തു നിന്ന് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് ഒന്നും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിൽ കൊടുക്കുന്ന ഡെക്കറേഷൻ പാലറ്റ് നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ പാലറ്റ് നൈഫിൻ്റെ ആ ഒരു എഡ്ജ് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇതേപോലെ അങ്ങ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തെടുക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പേര് എഴുതാനായിട്ട് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ കുറച്ച് CMC പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം അതിൽ പേര് എഴുതിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരല്പം ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മറ്റേ കേക്കും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ യൂഷ്വലി നമ്മൾ സ്പാൻ കേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഗനാഷ് സ്പ്രെഡ് ചെയ്യാറാണ്. പക്ഷേ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ മറ്റേ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. വളരെ ടേസ്റ്റി ആയിരുന്നു കേക്ക്. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാതെ പോകരുത്, അത്രയും രുചിയാണ്. പിന്നെ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്